ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റേസ് എഡ്യൂക്കേഷൻ. അപ്പം നമ്മുടെ ഫിസിക്സിൽ ഓണം എക്സാമിന് ചോദിക്കുന്ന മോഷൻ ആൻഡ് ഫോഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഒരു 30 മിനിറ്റ്സിൽ ഉള്ളിൽ പഠിക്കാൻ പോവാണ് നമ്മൾ ഈ വീഡിയോയിൽ. അപ്പോൾ തുടങ്ങിയാലോ? ഓക്കെ, ആദ്യത്തെ ടോപ്പിക്കാണ് റെഫറൻസ് ഒബ്ജക്റ്റ്. എന്താണ് റെഫറൻസ് ഒബ്ജക്റ്റ്? നമുക്ക് രണ്ട് ഇമേജസ് നോക്കാം. ആദ്യം ഒരു പയ്യൻ കയ്യിലൊരു ഫുട്ബോളും വെച്ചിട്ട് ഒരു ബസ്സിനകത്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ബസ്സിനകത്ത് നിൽക്കുന്ന ഈ പയ്യൻ അവൻ്റെ കയ്യിലേക്കുള്ള ഫുട്ബോൾ നോക്കുന്ന സമയത്ത് ആ ഫുട്ബോൾ മൂവ് ചെയ്യുന്നില്ല, അല്ലെ? അത് അവിടെ റെസ്റ്റിലാണ്. അപ്പോൾ ബസ്സിനകത്തുനിന്ന് നോക്കുന്ന സമയത്ത് കയ്യിലിരിക്കുന്ന ഫുട്ബോൾ എന്താണ്? റെസ്റ്റിലാണ്. പക്ഷേ ഇവന്റെ ഫ്രണ്ട് പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് എന്താണ്? ഈ ബസ്സിന്റെ കൂടെ തന്നെ ഈ ഫുട്ബോളും മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് ഈ ഫുട്ബോൾ നേരത്തെ അകത്തുനിന്ന് നോക്കിയപ്പോൾ റെസ്റ്റിലായിരുന്ന ഈ ഫുട്ബോൾ എന്താണ്? മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റെഫറൻസ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റെഫറൻസ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു വിച്ച് the state of rest or motion of an object is described. ഓക്കെ, ഇപ്പൊ എനിക്ക് ഒരു ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ ഒരു ബോഡിയുടെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ മോഷൻ ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഞാൻ റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു ബോഡിനെയാണ് ഞാൻ റെഫറൻസ് ബോഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബോൾ റെസ്റ്റിലാണ് വിത്ത് റെസ്പെക്ട് ടു വാട്ട്? ഈ ബോഡി റെസ്റ്റിലാണ് വിത്ത് റെസ്പെക്ട് ടു ദിസ് പയ്യൻ ഇൻസൈഡ് ദി ബസ്. ഓക്കെ, പക്ഷേ ഈ ഫുട്ബോൾ മോഷനിലാണ് വിത്ത് റെസ്പെക്ട് ടു ദ പയ്യൻസ് ഫ്രണ്ട് ഔട്ട്സൈഡ് ദി ബസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് റെഫറൻസ് ഒബ്ജക്റ്റ്. ഇനി റെഫറൻസ് ഒബ്ജക്റ്റ് വെച്ച് നോക്കുന്ന സമയത്ത് ഒരു ബോഡി അതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബോഡി മോഷനിലാണ് എന്നും, ഇനി റെഫറൻസ് ഒബ്ജക്റ്റ് വെച്ച് നോക്കുന്ന സമയത്ത് ഈ ബോഡീന്റെ പൊസിഷൻ ചേഞ്ച് ആവുന്നില്ല എങ്കിൽ ആ ബോഡി റെസ്റ്റിലാണ് എന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റും. എക്സാമ്പിൾ നോക്കൂ. നമ്മൾ ഈ റെഫറൻസ് ഒബ്ജക്റ്റ് വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഫുട്ബോളിന്റെ പൊസിഷൻ മാറുന്നില്ല, അപ്പോൾ അത് റെസ്റ്റിലാണ്. പക്ഷേ ഈ റെഫറൻസ് ഒബ്ജക്റ്റ് വെച്ച് നോക്കുന്ന സമയത്ത് എന്താണ്? ഈ ഫുട്ബോളിന്റെ പൊസിഷൻ മാറുന്നുണ്ട്, അപ്പോൾ ആ ഫുട്ബോൾ മോഷനിലാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഇത് എൻ്റെ വീടാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന വില്ലേജ് ഓഫീസിലാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് രാവിലെ ഓഫീസിലേക്ക് പോകണം. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് എനിക്ക് പനി പിടിച്ചു. അപ്പോൾ ഞാൻ എന്താണ്, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ടാണ് മരുന്നൊക്കെ വാങ്ങിയിട്ടാണ് എനിക്ക് എൻ്റെ ഓഫീസിലേക്ക് പോകേണ്ടത്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് 600 മീറ്റർ ഉണ്ട്, 600 മീറ്റേഴ്സ്. അവിടുന്ന് ഞാൻ മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് 300 മീറ്റർ നടന്നപ്പോൾ എവിടെ എത്തി? വില്ലേജ് ഓഫീസിൽ എത്തി. ഓക്കെ, അപ്പോൾ മോർണിംഗിൽ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ എത്ര ദൂരം സഞ്ചരിച്ചു? 600 + 300 അല്ലേ? ഇനി വൈകുന്നേരം ഓഫീസ് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് റേഷൻ കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഞാൻ റേഷൻ കടയിലേക്ക് 660 മീറ്റർ നടന്നു, പ്ലസ് 420 മീറ്റർ നടന്നപ്പോൾ ഞാൻ വീട്ടിലെത്തി. ഓക്കെ, അപ്പോൾ രാവിലെ ഞാൻ 900 മീറ്റേഴ്സ് ആണ് ട്രാവൽ ചെയ്തത്. ഈവനിങ് തിരിച്ച് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് എത്രയാണ്? 1080 മീറ്റേഴ്സ് ആണ് ഞാൻ ട്രാവൽ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഞാൻ രാവിലെ ഓഫീസിൽ പോയി തിരിച്ച് വീട്ടിലെത്താൻ വേണ്ടി ടോട്ടൽ എത്ര ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എത്ര ദൂരം സഞ്ചരിച്ചു? ഇത് രണ്ടും ആഡ് ചെയ്താൽ മതി, അല്ലേ? ഓക്കെ, ഇനി എൻ്റെ വീട്ടിൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്, ഓഫീസിലേക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് എത്രയാണ്? അത് 480 മീറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ 480 മീറ്ററിനെ, ഇത് സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഇത് എൻ്റെ ഫൈനൽ പൊസിഷൻ, ഇത് എൻ്റെ ഇനീഷ്യൽ പൊസിഷൻ. ഓക്കെ, അപ്പം ഈ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ ആൻഡ് ഇനീഷ്യൽ പൊസിഷൻ തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസിനെയാണ് ഞാൻ എന്ത് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ കവർ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസിന് എന്ത് പറയും? അല്ലെങ്കിൽ ടോട്ടൽ ദൂരത്തിന് എന്ത് പറയും? അതിനെ ഞാൻ ഡിസ്റ്റൻസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്ത് ഓഫ് ദി പാത്ത് ട്രാവൽഡ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഞാൻ ഇവിടെ പോകുന്നു, തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നു. അപ്പോൾ എന്താണ്? ടോട്ടൽ ലെങ്ത്, ഈ പാത്തിന്റെ ടോട്ടൽ ലെങ്ത്തിന് ഞാൻ എന്ത് പറയും? അതിന് ഡിസ്റ്റൻസ് എന്നും, ഈ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസിന് ഞാൻ ഡിസ്പ്ലേസ്മെന്റ് എന്നും പറയും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ദി സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഫ്രം ഇനീഷ്യൽ ടു ദി ഫൈനൽ പൊസിഷൻ. ഓക്കെ, ഇനി നമ്മുടെ ഡിസ്പ്ലേസ്മെന്റിന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് ഞാൻ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയും. ഓക്കെ, അപ്പോൾ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുമുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് ഞാൻ വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്നും, ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യേണ്ടാത്ത അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് ഞാൻ എന്ത് പറയും? സ്കെലാർ ക്വാണ്ടിറ്റീസ് എന്നും പറയും. അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. ഓക്കെ, എന്തൊക്കെയാണ് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് തമ്മിലുള്ള ഡിഫറൻസുകൾ അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, സോ സ്കെലാർ ക്വാണ്ടിറ്റി ആണ് ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഡിസ്റ്റൻസ് എന്താണ്? നമ്മൾ കണ്ടു ടോട്ടൽ ലെങ്ത് ഓഫ് ദി പാത്ത്, അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ്. ഇനി
ഡിസ്റ്റൻസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? പാത്ത്, ഞാൻ ട്രാവൽ ചെയ്ത പാത്തിനെ ഡിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഡിസ്പ്ലേസ്മെന്റിൽ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ മാത്രമേ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി ഡിസ്റ്റൻസ് 0, ഒബ്ജക്റ്റ് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് 0 ആവില്ല. ഓക്കെ, ഞാൻ ഇവിടുന്ന് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഡിസ്റ്റൻസ് സം എമൗണ്ട് ആയിരിക്കും അല്ലേ? അപ്പോൾ ഒബ്ജക്റ്റ് മൂവ് ചെയ്താൽ ഡിസ്റ്റൻസ് 0 ആവാൻ പറ്റില്ല. പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് 0 ആവാം. എങ്ങനെയാണ്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫൈനൽ ആൻഡ് ഇനീഷ്യൽ പൊസിഷനിലെ. അപ്പോൾ ഞാൻ ആദ്യം ഇവിടുത്തെ ട്രാവൽ ചെയ്തു. ഈ കേസ് നോക്കൂ, ഞാൻ ഇവിടുന്ന് ട്രാവൽ ചെയ്ത് ഞാൻ ഇങ്ങോട്ട് പോയി, എൻ്റെ വീട്ടിൽ നിന്ന് ട്രാവൽ ചെയ്തിട്ട് ഞാൻ ഓഫീസിലേക്ക് പോയി. അപ്പോൾ എൻ്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 480 മീറ്റർ അല്ലേ? പക്ഷേ ഞാൻ വൈകുന്നേരം എന്ത് ചെയ്തു? തിരിച്ച് വീട്ടിലെത്തി. ഞാൻ തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി. അപ്പോൾ എനിക്ക് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ടില്ല. കാരണം എൻ്റെ ഇനീഷ്യൽ പൊസിഷൻ ഞാൻ അവിടെ തന്നെ തിരിച്ചെത്തുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഡിസ്പ്ലേസ്മെന്റ് 0 ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് 0 ആവാം എപ്പോൾ? when the object returns to its starting point അല്ലെങ്കിൽ ഇനീഷ്യൽ പൊസിഷൻ. ഓക്കെ, ഇനി ഡിസ്റ്റൻസ് എന്താണ്? ഓൾവേസ് പോസിറ്റീവ് ഓർ 0. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റിന് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, 0 ആവാം. ഓക്കെ, ഞാൻ ആദ്യം ഇങ്ങനെ പോകുന്നു, പിന്നെ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നു. ഓക്കെ, അപ്പോൾ വെക്റ്റർ ആയതുകൊണ്ട് തന്നെ അവിടെ നെഗറ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, അല്ലെങ്കിൽ 0 ആവാം നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഇനി ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി സ്ട്രെയിറ്റ് ലൈനിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, ഒറ്റ വഴിയേ ഉള്ളൂ, A to Bയിലേക്ക് പോകാൻ ഒറ്റ വഴിയേ ഉള്ളൂ. അത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 30 മീറ്റർ. ഈ കേസിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ബോഡി സ്ട്രെയിറ്റ് ലൈനിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അവിടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇനി സ്പീഡ് ആൻഡ് വെലോസിറ്റി. എനിക്ക് എയിൽ നിന്ന് സിയിലേക്ക് പോകണം. ഓക്കെ, ഞാൻ എയിൽ നിന്ന് ബി വഴി സിയിലേക്ക് പോകുന്നു. അപ്പോൾ എത്രയാണ് ടോട്ടൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ പാത്തിന്റെ ലെങ്ത്. ഓക്കെ, അപ്പോൾ എത്രയാണ്? 60 + 40 100 മീറ്റേഴ്സ് ആണ്. ക്ലിയർ ആണല്ലോ? ടൈം എത്ര എടുത്തു? ടൈം ഞാൻ എടുത്തത് 10 സെക്കൻഡ് ആണ്. ഓക്കെ, ഇനി ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് ഇവിടെ? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ആണ്. സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. അപ്പോൾ എത്രയാണ്? 70 മീറ്റർ ആണ് ഇവിടെ. ഇനി ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് ബൈ ടൈമിനെ ഞാൻ സ്പീഡ് എന്നും ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈമിനെ ഞാൻ വെലോസിറ്റി എന്നും പറയും. ഓക്കെ, അപ്പം സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം ആണ്. വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ യൂണിറ്റ് ടൈം ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സ്പീഡ് എത്രയായി? ഡിസ്റ്റൻസ് 100 ആണ്, ബൈ 10 ചെയ്ത് കഴിഞ്ഞാൽ 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. വെലോസിറ്റി എത്രയാണ്? ഡിസ്പ്ലേസ്മെന്റ് 70 ആണ്. ടൈം എത്രയാണ്? ടൈം 10 സെക്കൻഡ് ആണ്. അപ്പോൾ ഇവിടെ എത്ര? 7 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡും വെലോസിറ്റി എന്ന് പറയുന്നത് 7 മീറ്റർ പെർ സെക്കൻഡുമാണ്. ക്ലിയർ ആണല്ലോ? ഡിഫറൻസ് നേരത്തെ നിങ്ങൾ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റിന്റെ ഡിഫറൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഇത് എളുപ്പമാണ്. സ്പീഡ് ഒരു സ്കെലാർ ക്വാണ്ടിറ്റി ആണ്, വെക്റ്റർ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, സോറി വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ബിക്കോസ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഇവിടെ എടുക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഇനി സ്പീഡ് എന്താണ്? ഡിസ്റ്റൻസ് ട്രാവൽഡ് പെർ യൂണിറ്റ് ടൈം. വെലോസിറ്റി എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് പെർ യൂണിറ്റ് ടൈം. ഇനി മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ സ്പീഡിന്, പക്ഷേ വെലോസിറ്റിക്ക് എന്തുണ്ട്? മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്. അതുകൊണ്ടാണ് വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സ്പീഡ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഡിസ്റ്റൻസ് ട്രാവൽഡ്. വെലോസിറ്റി എന്താണ്? ഡിസ്പ്ലേസ്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സ്പീഡ് എന്താണ്? ഓൾവേസ് പോസിറ്റീവ് അല്ലെങ്കിൽ 0. വെലോസിറ്റി പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, 0 ആവാം. ഓക്കെ, നേരത്തെ പഠിച്ച പോലെ തന്നെ സ്പീഡ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി. ക്ലിയർ ആണല്ലോ? ഇനി ഒരു ചെറിയ പ്രോബ്ലം ആണ്. എന്താണ്? എ ട്രാവൽഡ് 75 മീറ്റർ ഇൻ 5 seconds. Okay, bus B traveled 112 meter in 7 seconds. Which bus was faster എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എളുപ്പമല്ലേ? എന്താണ്? നമുക്ക് ആദ്യത്തെ ബസ്സിന്റെ വെലോസിറ്റി കാണാം. സോ 75 മീറ്റർ ഇൻ 5 seconds. അപ്പോൾ എത്രയായി? 15 മീറ്റർ പെർ സെക്കൻഡ് ആയി. ബിയുടെ വെലോസിറ്റി എത്രയാണ്? 112 മീറ്റർ ബൈ 7 സെക്കൻഡ്സിൽ ട്രാവൽ ചെയ്തു. അപ്പോൾ എത്രയാണ്? 16 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ബസ്സാണ് ഫാസ്റ്റർ ആയിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി യൂണിഫോം സ്പീഡും നോൺ യൂണിഫോം സ്പീഡും. നിങ്ങൾ ഈ എക്സാമ്പിൾ നോക്കൂ. 1 മണിക്കൂർ ഇന്റർവെൽ ആണ് അല്ലേ? ടൈം ഇന്റർവെൽ എന്ന് പറയുന്നത് 1 മണിക്കൂറാണ്. 9 മുതൽ 10 വരെ, 10, 11. ഓക്കെ, അപ്പോൾ 1 മണിക്കൂർ ഇന്റർവെല്ലിൽ 40 കിലോമീറ്റർ ആണ് ഇത് ട്രാവൽ ചെയ്തത്. ആദ്യത്തെ 1 മണിക്കൂർ 40 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നു, അടുത്ത 1 മണിക്കൂറിൽ 40 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ മോഷനാണ് ഞാൻ യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അല്ലെങ്കിൽ യൂണിഫോം സ്പീഡിൽ മൂവ് ചെയ്യുന്നു എന്ന് പറയുന്നു.
ഇനി രണ്ടാമത്തെ കേസ് നോക്കൂ, എല്ലാം 1 hour ഇൻ്റർവെല്ലാണ്, 1 hour ഇൻ്റർവെല്ലാണ്. പക്ഷേ ഓരോ 1 hourലും കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അൺഈക്വൽ ഡിസ്റ്റൻസുകൾ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ കവർ ചെയ്യുകയാണെങ്കിൽ അതിനെ നോൺ യൂണിഫോം മോഷൻ എന്ന് പറയുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുകയാണെങ്കിൽ യൂണിഫോം മോഷനും, ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ അൺഈക്വൽ ഡിസ്റ്റൻസുകൾ കവർ ചെയ്യുകയാണെങ്കിൽ അത് നോൺ യൂണിഫോം മോഷനും ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ മോഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി ഇപ്പം ഞാൻ റെസ്റ്റിൽ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ ഇവിടുന്ന് എനിക്ക് മൂവ് ചെയ്യണമെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് ഇവിടുന്ന് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അതിന് ആരെങ്കിലും എന്നെ മൂവ് ചെയ്യിപ്പിക്കണം. ഓക്കെ, അതുപോലെ തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്, ഇപ്പം നിങ്ങളൊരു ബോൾ ഇവിടുന്ന് ഉരുട്ടി വിടുന്നു, ഈ ബോൾ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് സ്റ്റോപ്പിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബോളിന് ഒറ്റയ്ക്ക് അത് സ്റ്റോപ്പിലേക്ക് വരാൻ വേണ്ടി പറ്റില്ല, അതിന് ഇവിടെ ആരോ ഈ ബോളിനെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ സ്ട്രെയിറ്റ് ലൈനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ കാറിൽ സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു വളവ് ഇവിടുന്ന് തിരിയണം. ഓക്കെ, നിങ്ങൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഈ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനും ഈ നിങ്ങളുടെ കാറിന് ഒറ്റയ്ക്ക് പറ്റില്ല, അതിനും അവിടെ ആരോ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ സ്പീഡ് ചേഞ്ച് ചെയ്യാൻ, അല്ലെങ്കിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ, അല്ലെങ്കിൽ അതിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാനൊക്കെ ഒരാൾ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഒരു റെസ്റ്റുള്ള ഒരു ഒബ്ജക്റ്റിന് മൂവ് ചെയ്യാനൊക്കെ ഒരാൾ സഹായിക്കുന്നുണ്ട്. ഇയാളെയാണ് നമ്മൾ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫോഴ്സ് എന്താണ്? ഫോഴ്സ് ഇസ് എ പുഷ് ഓർ പുൾ അപ്പോൺ an object that causes it to change its speed, direction or shape. ഓക്കെ, അപ്പോൾ ഒരു ഒബ്ജക്റ്റിന്റെ സ്പീഡ് ചേഞ്ച് ചെയ്യാനോ അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനോ ഷേപ്പ് ചേഞ്ച് ചെയ്യാനോ ഒക്കെ സഹായിക്കുന്ന ഒരു പുഷ് അല്ലെങ്കിൽ പുള്ളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോഴ്സ് എന്ന് പറയുന്നത്. എങ്ങനെയാണ്? ഡയറക്ഷന്റെ എക്സാമ്പിൾ എന്താണ്? നിങ്ങളൊരു റബ്ബർ ബാൻഡ് എടുത്ത് നിങ്ങൾ വലിച്ചു നോക്കൂ. സോറി, ഷേപ്പിന്റെ എക്സാമ്പിൾ, നിങ്ങൾ റബ്ബർ ബാൻഡ് എടുത്ത് നിങ്ങൾ വലിച്ചു നോക്കൂ, അതിന്റെ ഷേപ്പ് ചേഞ്ച് ആവുന്നുണ്ട്. അത് വേണ്ട, നിങ്ങളൊരു കുഷ്യനുള്ള സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ചെറിയൊരു കംപ്രഷൻ വരും അല്ലേ? അപ്പോൾ എന്താണ്? നിങ്ങളവിടെ ഷേപ്പ് ചേഞ്ച് ചെയ്തു ത്രൂ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഷ് ഓർ പുൾ അപ്പോൺ വിച്ച് ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന പുഷ് ഓർ പുൾ ആണ്. അതെന്താണ്? എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തുന്നത്? അതിന്റെ സ്പീഡ് ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്നു, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്നു, അല്ലെങ്കിൽ ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ഇനി ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ. ഓക്കെ, ക്യാപിറ്റൽ N എന്ന ലെറ്റർ വെച്ചിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, ഈ കാണിച്ചൊക്കെ എക്സാമ്പിൾസ് ആണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റിനെ ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇവിടെ എന്താണ്? ഒരു ഒബ്ജക്റ്റിനെ ഞാൻ മൂവ് ചെയ്യിക്കുന്നു, ഷേപ്പ് മാറ്റുന്നു. ഓക്കെ, ഇവിടെയും മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെ അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഫോഴ്സ് ഉപയോഗിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ? രണ്ട് ടൈപ്പ് ഓഫ് ഫോഴ്സ് ഉണ്ട്, കോണ്ടാക്ട് ആൻഡ് നോൺ കോണ്ടാക്ട് ഫോഴ്സുകൾ. ഡയറക്റ്റ് ഫിസിക്കൽ ടച്ച് വഴി എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് ഞാൻ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നേരത്തെ ബോൾ ഉരുട്ടി വിട്ട സമയത്ത് ബോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്റ്റോപ്പായി. എന്തുകൊണ്ടാണ്? അവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഫോഴ്സ് നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നു. അപ്പോൾ ഈ ഫോഴ്സ് എന്താണ്? ഇത് കോണ്ടാക്ട് ഫോഴ്സ് ആണ്. സർഫസുമായിട്ട് അത് കോണ്ടാക്റ്റിൽ വരുമ്പോഴാണ് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഞാനൊരു ഫോഴ്സ് ഈ ടേബിൾ, ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഒരു ടേബിൾ ഉണ്ട്, ഞാൻ ഈ ടേബിൾ എനിക്ക് മുന്നോട്ട് നീക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫോഴ്സ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അതെന്താ? അപ്ലൈഡ് ഫോഴ്സ് ആണ്. ഞാൻ ഒരു ഫിസിക്കൽ ടച്ച് വഴിയാണ് ആ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡയറക്റ്റ് ഫിസിക്കൽ ടച്ച് വഴി എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ ചില ഫോഴ്സുകളുണ്ട് ഡയറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിസിക്കൽ ടച്ചിന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ കോണ്ടാക്റ്റിന്റെ ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതല്ലെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ്. ഇപ്പം എന്താണ്? നിങ്ങളൊരു മരത്തിൽ നിന്ന് ഒരു സാധനം വീഴുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു ചക്ക വീഴുന്ന സമയത്ത് എന്താണ്? എർത്ത് താഴേക്ക് അതിനെ അട്രാക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ചക്ക താഴേക്ക് വീഴുന്നത്. ഓക്കെ, എർത്ത് ഇവിടെ പോയി ഈ കൈകൊണ്ട് പിടിച്ച് വലിച്ച് താഴേക്ക് കൊണ്ടുവരല്ലോ, അല്ല, അവർ തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഇല്ല, പക്ഷെ അവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ഫോഴ്സിനെയാണ് നമ്മൾ നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രിക്ഷൻ ഫോഴ്സ് നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് ഫ്രിക്ഷൻ ഫോഴ്സ് എന്നുള്ളത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഒരു സർഫസ് മൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ ട്രൈസ് ടു മൂവ് ഓവർ അനദർ സർഫസ്, ഒരു സർഫസ് മറ്റൊരു സർഫസിന് മുകളിലൂടെ മൂവ് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന സമയത്ത് ഒരു പാരലൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഓപ്പോസിറ്റ് ടു ദി ഡയറക്ഷൻ ഓഫ് മോഷൻ. ഓക്കെ, അപ്പോൾ പാരലൽ ഫോഴ്സ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബിറ്റ്വീൻ ദം എഗെയിൻസ്റ്റ് ദ റിലേറ്റീവ് മോഷൻ. ഓക്കെ, അപ്പോൾ അവർ തമ്മിൽ റിലേറ്റീവ് മോഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സിനെയാണ് നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ഡയഗ്രം നോക്കൂ, ഇയാൾ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് ഈ വലിയ ബ്ലോക്കിനെ മൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ ബ്ലോക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ മോഷനെ റെസിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യും. അതാണ് ഫ്രിക്ഷൻ. ഓക്കെ, അപ്പോൾ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ മൂവ്മെന്റിനെ ഓപ്പോസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മോഷനെ ഓപ്പോസിറ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. എന്താണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ബ്ലോക്ക് ഈ മരത്തിന്റെ പെട്ടിനെ ഞാൻ മൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്, പക്ഷെ എന്ത് സംഭവിക്കുന്നില്ല, ഇയാൾ മൂവ് ചെയ്യുന്നില്ല. ഞാൻ പുഷ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആശാൻ മൂവ് ചെയ്യുന്നില്ല. അപ്പൊ ആ കേസിൽ അവിടെ എന്താ, ഇവിടെ ഫ്രിക്ഷൻ ഉണ്ട് അല്ലേ. ഈ ഫ്രിക്ഷൻ ഓവർകം ചെയ്താലേ ഈ ഒബ്ജക്റ്റും ഈ സർഫസും തമ്മിലൊരു ഫ്രിക്ഷൻ ഉണ്ട്. അപ്പൊ ഈ ഫ്രിക്ഷൻ ഓവർകം ചെയ്താൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ബ്ലോക്കിനെ ഇവിടുന്ന് മൂവ് ചെയ്യിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഞാൻ കുറെ പുഷ് ചെയ്തിട്ടും എന്ത് സംഭവിക്കുന്നില്ല, ഈ ബ്ലോക്ക് മൂവ് ചെയ്യുന്നില്ല. അപ്പൊ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതാണ്, അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഏതാണ്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. ഓക്കെ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നില്ല. അപ്പൊ ആ കേസിൽ അവിടെ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ ആണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഞാൻ കുറെ ഫോഴ്സ് കൊടുത്തു ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷനെ ഓവർകം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പൊ അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റ്, ഓക്കെ, അപ്പൊ അതും അതിന്റെ സർഫസിനിടയിലുള്ള എന്താണ്, ഫ്രിക്ഷൻ ആണ് നമ്മൾ കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നില്ല. ഇനി ഒബ്ജക്റ്റ് മൂവ് ചെയ്ത് തുടങ്ങിയാൽ അവിടെ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ ആണ് കൈനറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, ഇനി ഒരു റൗണ്ട് ഒബ്ജക്റ്റ് ഒരു സർഫസിലൂടെ റോൾ ചെയ്യുന്നു. അങ്ങനെ റോൾ ചെയ്യുന്ന സമയത്ത് അവിടെ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ എന്താണ്, റോളിംഗ് ഫ്രിക്ഷൻ ആണ്. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ ഏതാണ്, ഏറ്റവും കൂടുതൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഓവർകം ചെയ്യാനാണ് ഭയങ്കര പാട്. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ സ്റ്റാറ്റിക് ഫ്രിക്ഷനും അതിനുശേഷം കൈനറ്റിക് ഫ്രിക്ഷനും, ഏറ്റവും കുറവ് ഏതാണ്, റോളിംഗ് ഫ്രിക്ഷനും ആണ്. ഓക്കെ, ഇനി എന്തുകൊണ്ടായിരിക്കും, നിങ്ങൾ ഒരു എക്സാമ്പിൾ ആലോചിക്കുക. നിങ്ങൾ അതിലൊരു ബോക്സ് ഉണ്ട്, ഒരു ലഗേജ് ഉണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ അതിങ്ങനെ എന്താണ് ഒരു സർഫസിലൂടെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു. രണ്ടാമത് ഈ ലഗേജിൽ നിങ്ങൾ ഒരു ട്രോളി ഫിക്സ് ചെയ്യുന്നു. ഓക്കെ, 2 ടയർ ഫിക്സ് ചെയ്യുന്നു. എന്നിട്ട് ഇത് ഉരുട്ടി കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പം ഏതിനായിരിക്കും നിങ്ങൾക്ക് കുറച്ച് ഫോഴ്സ് വേണ്ടി വരിക? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഈ ട്രോളി ഫിക്സ് ചെയ്ത് അല്ലെങ്കിൽ 2 റൗണ്ട് ആയിട്ടുള്ള നമ്മുടെ ടയേഴ്സ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് കുറച്ച് ഫോഴ്സ് ആവശ്യമായിട്ട് വരിക. ഓക്കെ, അതെന്തുകൊണ്ടാണ്, റോളിംഗ് ഫ്രിക്ഷൻ ഏറ്റവും കുറവാണ്. ഇവിടെ ഏത് ഫ്രിക്ഷൻ ആയിരിക്കും, ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ കൈനറ്റിക് ഫ്രിക്ഷൻ ആണ്. അപ്പോൾ കൈനറ്റിക് ഫ്രിക്ഷൻ റോളിംഗ് ഫ്രിക്ഷനേക്കാൾ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഈ കൈനറ്റിക് ഫ്രിക്ഷൻ ഓവർകം ചെയ്തിട്ട് വേണം ഇതെനിക്ക് വലിച്ചു കൊണ്ടുപോകാൻ. പക്ഷെ റോളിംഗ് ഫ്രിക്ഷൻ കുറവായതുകൊണ്ട് തന്നെ ഈ കേസിനെ അപേക്ഷിച്ച് എനിക്ക് കുറച്ച് ഫോഴ്സ് മതി ഈ റോളിംഗ് ഫ്രിക്ഷനെ ഓവർകം ചെയ്തിട്ട് ഈ ഒബ്ജക്റ്റിനെ വലിച്ചു കൊണ്ടുപോകാൻ. അതുകൊണ്ടാണ് നമ്മൾ ട്രോളിയൊക്കെ വലിക്കുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ അത് മൂവ് ചെയ്യിക്കാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ഫ്രിക്ഷൻ ഒരുപാട് അഡ്വാൻറ്റേജുകൾ ഉണ്ട്. നമ്മൾ ഫ്രിക്ഷന് നെസസറി ഈവിൾ എന്നാണ് പറയുന്നത്. നെസസറി ആണ്, പക്ഷെ ഈവിൾ ആണ്. സെയിം ടൈം കുറച്ച് ഡിസ്അഡ്വാൻറ്റേജുകൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജുകൾ എന്ന് നോക്കാം. നമുക്ക് നടക്കാൻ പറ്റുന്നത് ഫ്രിക്ഷൻ കാരണമാണ്. കാരണം നമ്മൾ ഗ്രിപ്പ്, നമ്മളെ ഫ്ലോറ് ഒരു ഗ്രിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട്. അത് ഫ്രിക്ഷൻ വഴിയാണ്. വളരെ സ്മൂത്ത് ആണെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ ഫ്രിക്ഷൻ വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ സ്മൂത്ത് ആയിട്ട് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ബാത്റൂമിലൊക്കെ നമ്മൾ വഴിക്ക് വീഴുന്നത് അതുകൊണ്ടാണ്. അവിടെ ഫ്രിക്ഷൻ വളരെ കുറവായിരിക്കും. ഇനി നമുക്കൊരു ലൈറ്റിംഗ് മാച്ച് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഒബ്ജക്ട്സ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്, നമുക്ക് ഫ്രിക്ഷൻ അവിടെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഒബ്ജക്ട്സ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. വെഹിക്കിൾസ് സ്റ്റോപ്പ് ചെയ്യുന്ന എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി നെയിൽസും സ്ക്രൂ ഒക്കെ ഫിക്സ് ചെയ്യാൻ പറ്റുന്നതും ഫ്രിക്ഷൻ കാരണമാണ്. നിങ്ങൾക്ക് സ്കൂളിൽ എന്താണ് നമ്മുടെ ബോർഡിൽ ചോക്ക് ഉപയോഗിച്ച് എഴുതാൻ പറ്റുന്നതും ഫ്രിക്ഷൻ കാരണമാണ്. ഇനി വലിയ മെറ്റീരിയൽസ് ഒക്കെ ടുവേർഡ്സ് എർത്ത് വരും. ഓക്കെ, അപ്പോൾ അത് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഫ്രിക്ഷൻ ഉണ്ടാവുകയും ആ ഫ്രിക്ഷൻ കാരണം അത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് അത് കത്തിത്തീരുന്നത്. ഓക്കെ, അപ്പോൾ ഈ മെറ്റീരിയൽസിനൊക്കെ എർത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആരാണ്, അല്ലെങ്കിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്താണ്, എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലേക്ക് കടക്കുമ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഭയങ്കരമായിട്ടുള്ള ഫ്രിക്ഷൻ ആണ്. ഓക്കെ, ഒബ്ജക്ട്സ് പ്ലേസ് ചെയ്യാനും നമ്മൾ ഇറേസ് ചെയ്യാനൊക്കെ. അതുപോലെ തന്നെ ട്രാക്ഷൻ ഫോർ ഡ്രൈവിംഗ് എന്താണ്, റോഡ് ഫ്രിക്ഷൻ ആണ് ടയറിന് ഗ്രിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫ്രിക്ഷന്റെ അഡ്വാൻറ്റേജുകൾ. ഓക്കെ, നമ്മൾ പറഞ്ഞു എന്താണ്, നെസസറി ഈവിൾ ആണ്. അപ്പോൾ കുറച്ച് ഡിസ്അഡ്വാൻറ്റേജുകൾ ഉണ്ട്. എന്തൊക്കെയാണ്, കോണ്ടാക്റ്റിൽ വരുന്ന സർഫസ് അത് വിയർ ഔട്ട് ചെയ്ത് പോകും. നമ്മുടെ ചെരുപ്പൊക്കെ തേഞ്ഞു പോകും. നമ്മൾ കുറേ കാലം ചെരുപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ചെരുപ്പൊക്കെ തേഞ്ഞു പോകും. അപ്പോൾ ചെരുപ്പ് തേയുന്ന ആര് കാരണമാണ്, ഫ്രിക്ഷൻ കാരണമാണ്. ഈ ഫ്രിക്ഷൻ തന്നെ നമ്മൾ ഈ മൂവിങ് നമ്മുടെ മെഷീൻ പാർട്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ മെഷീൻ പാർട്സിൻ്റെ ഒക്കെ മൂവ്മെന്റിനെ ഒബ്സ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ഈ മെഷീൻ പാർട്സും വിയർ ഔട്ട് ചെയ്ത് പോകും. ഓക്കെ, അതുപോലെ തന്നെ ഫ്രിക്ഷൻ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹീറ്റ് കാരണം അവിടെ എനർജി ലോസ് ഉണ്ടാവും. പിന്നെ നമ്മുടെ സ്പീഡ് സ്ലോ ഡൗൺ ചെയ്യാനും ഫ്രിക്ഷൻ കാരണമാവുന്നുണ്ട്. അപ്പോൾ ഫ്രിക്ഷന് അഡ്വാൻറ്റേജുകളും അതുപോലെ തന്നെ ഡിസ്അഡ്വാൻറ്റേജുകളും ഉണ്ട്. ഇനി എന്തൊക്കെയാണ് ഫ്രിക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്
ഈ കോണ്ടാക്റ്റിൽ വരുന്ന സർഫസിന്റെ നേച്ചർ. റഫ് സർഫസ് ആവുന്ന സമയത്ത് ഫ്രിക്ഷൻ കൂടും. ആ സർഫസ് സ്മൂത്ത് ആക്കി കഴിഞ്ഞാൽ അവിടെ എന്താണ് ഫ്രിക്ഷൻ കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ ബാത്റൂമിൽ നിങ്ങൾ വഴുതി വീഴുന്ന എക്സാമ്പിൾ പറഞ്ഞു. അവിടെ സ്മൂത്ത് സർഫസ് ആണ്, ഫ്രിക്ഷൻ കുറവായിരിക്കും, അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഇനി ഞാൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കൂടി, ലാർജ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ലൂബ്രിക്കൻസ് നമ്മളിപ്പോൾ പഠിക്കും. ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരാളാണ് ലൂബ്രിക്കൻസ്. അപ്പോൾ ലൂബ്രിക്കൻസ് ഉണ്ടെങ്കിൽ അവിടെ ഫ്രിക്ഷൻ കുറവായിരിക്കും. ഇനി ഷേപ്പ് ഓഫ് ദി ഒബ്ജക്റ്റ്, ഫ്ലാറ്റ് ഷേപ്പ് ആണെങ്കിൽ അവിടെ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. ഇനി സ്ട്രീം ലൈൻഡ് ഷേപ്പ്. അപ്പോൾ സ്ട്രീം ലൈൻഡ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്ട്സ് ആണ്. എന്തിനാണ് സ്പെഷ്യലി ഡിസൈൻ ചെയ്യുന്നത്? ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കേസ് നോക്കൂ, നമ്മൾ സ്ട്രീം ലൈൻഡ് എന്നാൽ നമ്മൾ പഠിക്കും. ഓക്കെ, ഇതാണ് സ്ട്രീം ലൈൻഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സിന്റെ എക്സാമ്പിൾ. കാറ്, എയറോപ്ലെയിൻ, ഷിപ്പ്. അതുപോലെ തന്നെ നേച്ചറിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫിഷും ബേർഡും ഒക്കെ സ്ട്രീം ലൈനിന്റെ എക്സാമ്പിൾസ് ആണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഞാൻ എയർ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്ട്രീം ലൈൻഡ് ഒബ്ജക്ട്സിൽ എനിക്ക് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ ഒബ്ജക്ട്സ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അത്രയും ആണ് ഫ്രിക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഓക്കെ, ഇനി ലൂബ്രിക്കൻസ് നമ്മൾ പറഞ്ഞു. എന്താണ്? ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളെ നമ്മൾ ലൂബ്രിക്കൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമ്മുടെ ഓയിൽ, ഗ്രീസ്, ഗ്രാഫൈറ്റ്. ഒക്കെ, ഗ്രാഫൈറ്റ് ഹൈ ടെമ്പറേച്ചറിലുള്ള മെഷീൻ പാർട്സിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോളിഡ് ലൂബ്രിക്കൻ്റ് ആണ്. ഓക്കെ, ബോൾ ബിയറിങ്സ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. എന്താണ്? വീൽ ഹബിലും ഗിയർ ബോക്സിലും ഒക്കെയുള്ള ബോൾ ബിയറിങ്സ്. ഇതാണ് ബോൾ ബിയറിങ്സിന്റെ ഡയഗ്രാം. അപ്പോൾ ഈ ബോൾ ബിയറിങ്സ് റൊട്ടേഷണൽ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു സ്ട്രീം ലൈനിങ് പറഞ്ഞു അല്ലേ. ഓട്ടോമൊബൈൽസും എയറോപ്ലെയിൻസും ഷിപ്സും ഒക്കെ സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എന്തിനാണ്? ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമ്മുടെ ചാപ്റ്റർ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. എന്തൊക്കെയാണ്? സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് 1, വിയർ ആൻഡ് ടിയർ ഓഫ് സർഫസസ് ഓഫ് മൂവിംഗ് മെഷീൻ പാർട്സ് ഇൻ കോണ്ടാക്ട് ആൻഡ് ദ എബിലിറ്റി ടു ഹോൾഡ് ഒബ്ജക്ട്സ് ഫേംലി ആർ അഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ. കാരണം തെറ്റാണല്ലോ. എന്താ തെറ്റ് ഇവിടെ? വിയർ ആൻഡ് ടിയർ എന്ന് പറയുന്നത് ഫ്രിക്ഷന്റെ ഡിസഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റായി. അടുത്തെന്താണ്? ഒബ്സ്ട്രക്ഷൻ ടു സ്മൂത്ത് മൂവ്മെന്റ് ബിറ്റ്വീൻ മെഷീൻ പാർട്സ് ആൻഡ് ഫ്യൂൽ ലോസ് ആർ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ. ശരിയാണ്. ഓക്കെ, അപ്പോൾ ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്. തെറ്റാണ്. Only the second statement is correct. Only the first statement is correct. Both statements are incorrect. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് ഉള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി എന്താണ് നമ്മുടെ റെഫറൻസ് ഒബ്ജക്റ്റ് എന്നുള്ള ചോദ്യമാണ്. ദ ഹാറ്റ് ഓൺ ദി ഹെഡ് റിലേറ്റീവ് ടു ദി റണ്ണിങ് ചൈൽഡ്. അപ്പോൾ റണ്ണിങ് ചൈൽഡിന് റിലേറ്റീവ് ആയിട്ട് അയാളെ തലയിലിരിക്കുന്ന ഹാറ്റ്, അതിൻ്റെ സ്റ്റേറ്റ് എന്താണ്? സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണോ സ്റ്റേറ്റ് ഓഫ് മോഷൻ ആണോ? അപ്പോൾ ഈ റണ്ണിങ് ചൈൽഡ് വെച്ച് നോക്കുന്ന സമയത്ത് ആ ഹാറ്റ് എവിടെ തന്നെ? അത് തലയിൽ തന്നെ ഇരിക്കുകയാണ് അല്ലേ. റണ്ണിങ് ചൈൽഡ്, ഇപ്പം ഞാൻ ഓടുകയാണെങ്കിൽ എന്നെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് എൻ്റെ തലയിലിരിക്കുന്ന ഹാറ്റ് അത് അവിടെ നിന്ന് മാറുന്നില്ല. അപ്പം അത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണ്. ഇനി ഹാറ്റ് ഓൺ ദി ഹെഡ് ഓഫ് ദി റണ്ണിങ് ചൈൽഡ് റിലേറ്റ് വിത്ത് ദി ഗ്രൗണ്ട്. അപ്പോൾ ഗ്രൗണ്ട് റിലേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഞാൻ ഫ്രണ്ടിലേക്ക് പോകുന്നുണ്ട്, എൻ്റെ തലയിലിരിക്കുന്ന ഹാറ്റും എൻ്റെ കൂടെ ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട് അല്ലേ. അതല്ലാണ്ട് ഞാനിവിടെ ഫ്രണ്ടിലേക്ക് പോകുന്ന സമയത്ത് ഹാറ്റ് അവിടെ തന്നെ നിൽക്കില്ലല്ലോ, അല്ല. അപ്പോൾ ഗ്രൗണ്ട് വെച്ച് നോക്കുന്ന സമയത്ത് എൻ്റെ തലയിലിരിക്കുന്ന ഹാറ്റും മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ഓഫ് മോഷൻ ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ദ മോഷൻ ഓഫ് എ മാംഗോ ഫോളിംഗ് ഫ്രം എ ട്രീ ആൻഡ് ക്രിക്കറ്റ് ബോൾ ഹിറ്റ് ബൈ എ ബാറ്റ് ബോത്ത് റിക്വയർ ഫോഴ്സ്. എക്സ്പ്ലെയിൻ വാട്ട് ടൈപ്പ് ഓഫ് ഫോഴ്സസ് ആർ അപ്ലൈഡ് ഇൻ ദീസ് ടു സിറ്റുവേഷൻസ്. മാംഗോ ഫോൾ ചെയ്യുന്നു, നമ്മൾ ചക്ക ഫോൾ ചെയ്യുന്ന എക്സാമ്പിൾ പറഞ്ഞു. എന്താണ്? നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ഇനി ക്രിക്കറ്റ് ബോൾ ഹിറ്റ് ചെയ്യുന്നത് കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ക്ലിയർ ആണല്ലോ? ഇനി വെൻ സ്ലൈഡിങ് എ ഹെവി ബോക്സ് ഓൺ എ റഫ് സർഫസ് ആൻഡ് മൂവിങ് ദ സെയിം ബോക്സ് ഓൺ എ ട്രോളി വിത്ത് ടയേഴ്സ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ ക്വാണ്ടിറ്റി ഓഫ് ഫോഴ്സ് വി നീഡ് ടു അപ്ലൈ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഒരു ഹെവി ബോക്സ് റഫ് സർഫസിലൂടെ സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ഫ്രിക്ഷൻ ആണ്? കൈനറ്റിക് ഫ്രിക്ഷൻ ആണ്, അല്ലെങ്കിൽ സ്ലൈഡിങ് ഫ്രിക്ഷൻ ആണ്. അപ്പോൾ ഈ സ്ലൈഡിങ് ഫ്രിക്ഷൻ രണ്ടാമത്തെ കേസിൽ എന്താണ്? രണ്ടാമത്തെ കേസിലൂടെ റോളിംഗ് ഫ്രിക്ഷൻ ആണ്. അപ്പോൾ സ്ലൈഡിങ് ഫ്രിക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ റോളിംഗ് ഫ്രിക്ഷൻ. അപ്പോൾ ആദ്യത്തെ കേസിൽ എനിക്ക് കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരും. എന്തിനപേക്ഷിച്ച് നോക്കുമ്പോൾ? രണ്ടാമത്തെ കേസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, ട്രോളിനെ വെച്ച് നോക്കുന്ന സമയത്ത് ആദ്യത്തെ കേസിൽ എനിക്ക് കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടി വരും. ബിക്കോസ് സ്ലൈഡിങ് ഫ്രിക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ റോളിംഗ് ഫ്രിക്ഷൻ. ഓക്കെ, സോ അത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ.
സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ എവരിവൺ. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.